ഫൗസ നമസ്കാരം. നമസ്കാരം. ഇഡിയുടെ പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോ വാർത്ത പറയുമ്പോൾ, പ്രത്യേകിച്ച് അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയൻ്റെയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസാകുമ്പോൾ നിങ്ങളിത് കുറേ നാളായല്ലോ പറയാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തായി തീരുമാനം എന്ന തരത്തിലൊക്കെ നമ്മുടെ ബഹുമാനിതരായ പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ വന്ന് പലകുറി അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായ വസ്തുതകൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളുടെ ജോലി. അതുകൊണ്ട് അവർക്കെതിരെയുള്ള നിയമ നടപടികൾ വൈകുന്നു അല്ലെങ്കിൽ കേസിൻ്റെ മെല്ലെപ്പോക്കിനൊന്നും വാർത്താമാധ്യമങ്ങൾ ഒരു കാരണവശാലും ഉത്തരവാദിയല്ല. നമുക്ക് കിട്ടുന്ന വാർത്തകൾ അതിൽ യാഥാർത്ഥ്യമുണ്ടോ, അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ടെങ്കിൽ തീർച്ചയായും അത് യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് മാധ്യമങ്ങൾക്കുള്ളത്. മാധ്യമങ്ങൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പുറത്തു പറയുന്ന വാർത്തകളിന്മേലുള്ള നിയമ നടപടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ വാർത്താമാധ്യമങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അതുകൊണ്ട് വാർത്തകളിൽ പറയുന്ന ആളുകൾക്കെതിരെ എന്ത് തരത്തിൽ നിയമ നടപടി ഉണ്ടാകും എന്നുള്ളതിന് മറുപടി പറയാൻ ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ഒരു വിവരം കൂടി ബഹുമാന്യരായ പ്രേക്ഷകരുടെ മുമ്പിൽ പറയട്ടെ. ഇവിടെ ഇപ്പോൾ വീണ വിജയൻ്റെ CMRLൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു. എക്സാലോജിക്ക് CMRL ഇടപാട് സംബന്ധിച്ച് ഇഡി നടക്കുന്ന അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇഡി വീണ വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ പാസ്ബുക്ക് കണ്ടെത്തി. പാസ്ബുക്ക് എടുത്തുകൊണ്ടുപോയി അതിൽ നിന്ന് ഏതാണ്ട് 19 കോടി രൂപയോളം മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ലോക്കർ തുറന്ന് പരിശോധിച്ചു. പിണറായിലുള്ള അവരുടെ അച്ഛൻ്റെ വീടിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ ഇഡി റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് ഇഡി റെയ്ഡ് ചെയ്ത പിണറായിലുള്ള വീണ വിജയൻ്റെ അച്ഛൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലം ഏതാണ്ട് 80 സെൻറ്റ് സ്ഥലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ CMRL കർത്തയുടെയും കർത്തയുടെ ഉദ്യോഗസ്ഥരുടേത് അടക്കമുള്ള ഏതാണ്ട് 185 കോടിയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിൻ്റെ കൃത്യമായ കണക്കുകളും പുറത്തു വരുന്നുണ്ട്. 11.7 കോടി രൂപയാണ് കർത്തായുടെ മരവിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ കർത്തായുടെ മകനായ ശരൺ കർത്തയുടെ 2.96 കോടി, ഭാര്യയുടെ പേരിലുള്ള 5.17 കോടി, മകളുടെ പേരിലുള്ള 131 കോടി. അപ്പോൾ ഇങ്ങനെ വളരെ ഗുരുതരമായ രീതിയിൽ ഇഡി കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കേസിൽ ഇനി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന, അതായത് CMRL എക്സാലോജിക്ക് കേസ് നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വീണ വിജയൻ്റെ അച്ഛൻ പിണറായി വിജയന് ഇഡി സമൻസ് അയക്കുന്നു. കാരണം ഈ കേസിൽ യഥാർത്ഥ പ്രതി വീണ വിജയനല്ല, വീണ വിജയൻ്റെ അച്ഛനായ പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഇഡി പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമൻസ് അയച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വാർത്തകൾ നിരന്തരം ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഫവാസ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? എനിക്കിതിൽ ആദ്യം തോന്നിയ കാര്യം, ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും പറ്റിയൊരു തെറ്റ്, ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ വീട്ടിൽ ഇഡി അന്വേഷണത്തിന് കയറിയപ്പോൾ, ചോദ്യം ചെയ്യലിന് കയറിയപ്പോൾ CPM അതിരൂക്ഷമായിട്ട് രംഗത്ത് വരുന്നു, വലിയ തരത്തിലുള്ള കലാപം സൃഷ്ടിക്കുമ്പോൾ ഞാനടക്കം വിചാരിച്ചിരുന്നത് വീണ വിജയനെ തൊട്ടിട്ടാണ് ഇവർ ഈ വിഷയം ഉണ്ടാക്കുന്നത്, പാർട്ടി അംഗം പോലും അല്ലാത്ത വീണ വിജയനെ തൊട്ടിട്ടാണോ ഇത്തരത്തിലുള്ള പ്രക്ഷോഭത്തോട്ട് കടക്കുന്നത് എന്നായിരുന്നു. പക്ഷേ നമുക്ക് തെറ്റി എന്നുള്ളതാണ്. ഇഡിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ടാർഗറ്റ് പിണറായി വിജയനാണെന്നുള്ളത്. പക്ഷേ പിണറായി വിജയൻ്റെ എത്താനുള്ള കാര്യങ്ങൾ 2024 തന്നെ കർത്തയുടെ മൊഴി ഓൾറെഡി ഇഡിയുടെ കയ്യിലുണ്ട്. നമുക്കിപ്പോൾ മിഞ്ഞാന്നാണ് ഇഡിയുടെ കർത്തയുടെ വിവരങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ അതിന് മുമ്പേ ഇഡിയുടെ കയ്യിൽ എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ പിണറായി വിജയനിലോട്ട് എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് വീണ വിജയൻ എന്നവരെടുത്തത്. കാരണം അവർ കൃത്യമായിട്ട് അറിയാം പിണറായി വിജയൻ ഇതിൽ ഇൻവോൾവ്ഡ് ആണെന്നുള്ളതും മകൾ വെറും ഒരു പ്രതിനിധിയായിട്ട് മാത്രം മുമ്പിൽ വെച്ച ഒരു പപ്പറ്റ് മാത്രമാണെന്നുള്ളതും കൃത്യമായിട്ട് ഇഡിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇഡി അത്തരത്തിലൊരു നീക്കം നടത്തിയതും അതിനെതിരെ CPM വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടാക്കിയതും. അപ്പോൾ CPMമാർക്ക് അറിയാമായിരുന്നു തെറ്റ് ചെയ്തവൻ എന്തായാലും അകത്താകുന്നുള്ളത്. അപ്പോൾ അകത്താകുന്നതിന് മുമ്പ് കൊടുക്കാൻ പറ്റുന്ന അത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു പാർട്ടി ചെയ്തത്. പക്ഷേ ചെയ്തവരെന്തായാലും ഇപ്പോഴും അകത്ത് കിടക്കുന്നുണ്ട്. അവർക്ക് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. പാർട്ടി നേതാക്കൻ പോലും ആരും തിരിഞ്ഞു നോക്കുന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. അപ്പം അതൊരു വശത്ത് നിൽക്കുന്നു. പക്ഷേ CPM പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടമാണ്. മാത്രമല്ല ഇന്നലെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നപ്പം പല കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. പക്ഷേ ഇന്നലത്തെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ ഇതിൻ്റെ റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു. അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിണറായി വിജയൻ്റെ കാരണങ്ങളും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കേസിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. അപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റണം
എന്നുള്ള തരത്തിൽ വരെ പല നേതാക്കന്മാരും ഇന്നലെ ചർച്ചാ വിഷയമാക്കി എന്നുള്ളതും പല കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഇപ്പം നിൽക്കുന്ന ക്യാബിനറ്റ് പദവി അടക്കം പിണറായി വിജയൻ നഷ്ടപ്പെടുന്ന രീതിയിലോട്ട് പോകുന്നു എന്നുള്ളത്. കാരണം CC റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് ഇനി അവിടെ ഇരിക്കാൻ യോഗം, അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള നടപടികൾ നേരിടുന്ന നേതാക്കന്മാർ ഒരിക്കലും തലസ്ഥാനത്ത് നിൽക്കുന്നത് എന്താ പറയുക, പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കും എന്നുള്ള തരത്തിലേക്കാണ് പാർട്ടി എഴുതി വെച്ചിട്ടുള്ളത്. പിണറായി വിജയനാണ് അതിന് ഉത്തരവാദി കാരണക്കാരെന്ന് പേരെടുത്തിട്ടില്ലെങ്കിലും കൃത്യമായി പാർട്ടി ഉന്നം വെക്കുന്നത്, CC കേന്ദ്ര കമ്മിറ്റി ഉന്നം വെക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നീങ്ങാൻ ചാൻസ് ഇല്ല, പെട്ടെന്ന് തന്നെ പിണറായി വിജയൻ അകത്താകും എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഇപ്പോൾ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത് 2016-ലാണ്. 2017 മുതൽ ഇത്തരം കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം കേട്ടു തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇതുപോലെ വീണയ്ക്കെതിരെ റെയ്ഡ് വരുന്നു, അന്വേഷണം വരുന്നു, ED ഇപ്പോൾ പൂട്ടും, നാളെ അറസ്റ്റിലേക്ക് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടുമ്പോഴും ഒരു വേള പൊതുജനത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ പറഞ്ഞു കേൾക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യാവസ്ഥകളുണ്ടോ, അതോ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ തളയ്ക്കുന്നതിന് വേണ്ടി മകൾ വീണയെ കരുവാക്കുകയാണോ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നൊക്കെ തരത്തിലുള്ള പല സംശയങ്ങളും പല കോണിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു മാധ്യമം എന്ന രീതിയിൽ കിട്ടുന്ന വാർത്തകളുടെ യാഥാർത്ഥ്യം പരിശോധിച്ചുകൊണ്ട് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ അതിന്മേലുള്ള നിയമ നടപടികൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളത് നിയമപരമായ പ്രശ്നമാണ്. കാരണം മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പ്രതിയായി എന്നാരോപിക്കപ്പെടുന്ന ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 39 പ്രാവശ്യമാണ് ബെഞ്ച് തലത്തിൽ വിളിച്ചിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. കൂടാതെ ക്ലറിക്കൽ ലെവലിലും ആ കേസ് മാറ്റിവെച്ചത് പരിഗണിക്കുമ്പോൾ ഏതാണ്ട് 50 തവണയാണ് ആ കേസ് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ നിയമവ്യവഹാര ചരിത്രത്തിൽ ഇത്രത്തോളം നീട്ടിവെക്കപ്പെട്ട മറ്റൊരു കേസ് ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. എന്നാൽ ആ വാർത്തയുടെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ നിജസ്ഥിതി ഇല്ലാതെയാവുന്നില്ലല്ലോ. കേസ് മാറ്റിവെക്കപ്പെട്ടതുകൊണ്ട് അത്തരമൊരു കേസ് ഇല്ലാതെയാവുന്നില്ലല്ലോ. ഒരു തരത്തിലും ആ കേസിന് മെറിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി നേരത്തെ ആ കേസ് ചവറ്റുകുട്ടയിൽ എറിഞ്ഞാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും ആ വാർത്തകൾ നമ്മൾ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അതിന് പിന്നിലുള്ള നിയമ നടപടികൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതിന് ഉത്തരം പറയാൻ മാധ്യമങ്ങൾക്കും സാധ്യമല്ല. കാരണം അത് മാധ്യമങ്ങളുടെ കൈപ്പിടിയിലുള്ള കാര്യമല്ല, അഥവാ അത് മാധ്യമങ്ങളുടെ ജോലിയല്ല, ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല. യഥാർത്ഥമായ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2016 മുതൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. 2026 അദ്ദേഹം 10 വർഷം ഭരണം പൂർത്തിയാക്കി ഇറങ്ങിപ്പോകുമ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് വരെ അദ്ദേഹത്തിനോടുള്ള അവമതിപ്പ് കൂടി വരുന്നു. ഇപ്പോൾ വീണാ വിജയൻ എന്ന മകളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മകളുടെ കടലാസ് കമ്പനി മുൻനിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയാണ് CMRൽ നിന്നും ഇത്തരത്തിലുള്ള പണം അനധികൃതമായി കൈപ്പറ്റിയിട്ടുള്ളത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് മുന്നോട്ട് വരുന്നത്. ED സമൻസ് അയച്ച് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായും ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടാകുന്നു. ഈ കേസിൽ ആദ്യാവസാനം അല്ലെങ്കിൽ ഇതുവരെയും കൃത്യമായി കക്ഷി ചേർന്ന് ഈ കേസുമായി മുന്നോട്ട് പോയിട്ടുള്ള ഷോൺ ജോർജും പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. കാരണം വീണാ വിജയനല്ല ഇവിടെ ഉന്നം വയ്ക്കുന്നത്, വീണാ വിജയനല്ല പ്രതി. യഥാർത്ഥത്തിൽ പിണറായി വിജയനിലേക്ക് എത്തുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ് വീണാ വിജയൻ എന്ന തരത്തിൽ തന്നെയാണ് ഷോൺ ജോർജും പറഞ്ഞത്. അതായത് പിണറായി വിജയനാണ് ഈ കാര്യത്തിൽ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ഒരാൾ. മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിലുണ്ടായിരുന്ന വകുപ്പുകളിൽ നിന്നും അനധികൃതമായി CMRL എന്ന കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കടലാസ് കമ്പനിയിലേക്ക് ആനുകൂല്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തിക തിരിമറി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് അണ്ടർ സെക്ഷൻ 30 പ്രകാരം പറയപ്പെടുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഷോൺ ജോർജും പറയുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ കർത്ത പറഞ്ഞ കാര്യം തന്നെ ഈ പറഞ്ഞ പോലെ മകൾ പ്രത്യേകിച്ച് യാതൊരുവിധ സേവനങ്ങളും കർത്തയുടെ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതും പിണറായി വിജയനോടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് ആ പണം കൊടുത്തത് എന്നുള്ളതും ആദ്യം തന്നെ ഓപ്പണായി തുറന്നു പറഞ്ഞതാണ്. കർത്തയുടെ മൊഴി അങ്ങനെ തന്നെയാണ്. അപ്പം ഇത്തരത്തിലും അത് സമ്മതിച്ചിട്ടുണ്ട്. ഞാനൊരു തരത്തിലുള്ള സേവനം കൊടുത്ത് തുടക്കത്തിൽ വീണ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതിൽ പല കൺസൾട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത്തരത്തിലൊക്കെ ചെയ്യണം, ഒരു നേതാവ് കൺസൾട്ടേഷൻ, അതെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ കർത്ത പറയുന്നത് ഒരു സേവനം ചെയ്തിട്ടില്ല, പക്ഷെ അച്ഛനോടുള്ള ബഹുമാനവും അദ്ദേഹത്തോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം കൊടുത്തത് എന്നുള്ളത്. അപ്പൊ അച്ഛനെ ആരാ നോക്കണം, അച്ഛനെ അറിയൂ എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, അപ്പൊ അച്ഛൻ ആരാ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീണാ വിജയന്റെ അച്ഛൻ അത് പറഞ്ഞ പിണറായി വിജയനാണ്.
ഉണ്ടായിരുന്ന ആളാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ടാണ്, ആ ഒരു വാല്യൂ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് പണം കൊടുത്തത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിലോട്ട് അതന്നെയാണ് ഷോൺ ജോർജും ഈ പറഞ്ഞ പോലെ മാത്യു കൊളനാടനൊക്കെ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും വീണ 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 എന്ന് പറഞ്ഞു നടക്കുന്നു, പക്ഷേ യഥാർത്ഥ പ്രതി വീണയല്ല എന്നുള്ളതും അത് വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയനിലോട്ടാണെന്നുള്ളതും അത് നിങ്ങൾ മാധ്യമങ്ങൾക്കാണ് മനസ്സിലാവാത്തത് എന്നുള്ളത് പലകുറി ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജ് വാർത്താ മാധ്യമങ്ങൾക്ക് മാത്രമല്ല പ്രവർത്തകർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. അല്ല, അദ്ദേഹം ഈ പറയുന്ന സന്ദർഭം ഏതൊരു മാധ്യമം ചോദിക്കുന്നുണ്ട്, അപ്പം വീണ വിജയനാണോ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം, നിങ്ങളെല്ലാവരും വീണ 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 എന്ന് പറയുന്നതിന് യഥാർത്ഥ പ്രതി അത് വിജയൻ തന്നെയാണ് എന്നുള്ള അദ്ദേഹം പറയുന്നത്. എന്തായാലും ഷോൺ ജോർജ് പറഞ്ഞ കാര്യത്തിലോട്ട് അല്ലെങ്കിൽ മാത്യു കൊഴൽനാടൻ പറഞ്ഞ കാര്യങ്ങളിലോട്ട് കാര്യങ്ങളെല്ലാം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. തീർച്ചയായും ഇതിലൊരു പര്യവസാനം ഇനി എന്തായിരിക്കാം എന്നുള്ളത് നമുക്ക് വയ്യാതെ കണ്ടറിയാൻ സാധിക്കും. എന്തായാലും ബഹുമാന്യരായ പ്രേക്ഷകരോട് ഞങ്ങൾ അടിവരയിട്ട് പറയുന്ന കാര്യം, ഈ പുറത്ത് പറയുന്ന വാർത്തകളുടെ യാഥാർത്ഥ്യം കൃത്യമാണെന്ന് പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് അതിന്മേലുള്ള നിയമ നടപടികൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ഒരു കാരണവശാലും ഏതെങ്കിലും മാധ്യമത്തിന് പറയാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ പര്യവസാനം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.